Assalamualaikum. Welcome back to my YouTube channel. ഓക്കെ, അപ്പോൾ ഇന്ന് ഭയങ്കരമായിട്ട് ഹാപ്പി, ഭയങ്കര എക്സൈറ്റഡ്, ഭയങ്കര എനർജറ്റിക്കാ. എന്താ വെച്ചാൽ നമ്മൾ 10 ദിവസത്തെ ക്വാറന്റൈൻ ശേഷം പുറത്ത് പോവാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരിക്കാം. അപ്പം ഞാനും എല്ലാവരും റെഡിയായി. അപ്പോൾ ഇനി പോകണം. എവിടെ പോകുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇപ്പം നമുക്ക് കൊറോണയാണല്ലോ പ്രശ്നം. അപ്പം നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് വാക്സിനേഷൻ അടിക്കാൻ വേണ്ടിയിട്ട് സേഹയിലാണ് മെയിനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എവിടെയാ ഉപ്പാക്ക് എവിടെയല്ലോ പോകണമെന്ന് പറയുന്നുണ്ട് ഉപ്പാൻ്റെ ആവശ്യത്തിന്. അപ്പം മെയിൻ വണ്ടിയിൽ തന്നെ ഇരിക്കലായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു 10 ദിവസത്തിന് ശേഷം പുറത്തിറങ്ങിയല്ലേ, നമ്മൾ വാക്സിനേഷൻ എക്സ്പീരിയൻസും എല്ലാം ഷെയർ ആക്കാന്നെല്ലാം വിചാരിച്ച് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ എപ്പോഴും സെൽഫി മൂഡിലെല്ലാം എടുക്കില്ലേ. അപ്പോൾ ഷസിയാണ് കേട്ടോ നമ്മൾ ഇൻട്രോ എടുക്കുന്നത്, എൻ്റെ ഓക്കെ. അപ്പോൾ നമ്മളിനി കൂടുതൽ ഞാൻ സംസാരിച്ച് നീട്ടുന്നില്ല. അതിനു മുമ്പ് ഞാൻ പുറത്ത് 10 ദിവസത്തിനല്ല ഇതിനിടയ്ക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ. അൽഹംദുലില്ലാ നെഗറ്റീവ് വന്നു, അതുകൊണ്ടാണല്ലോ പുറത്തിറങ്ങിയത്. ഓക്കെ, അനന്തരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആരാണ് ചോദിച്ചത്? കണ്ടില്ലേ വാഴയാ മത്തായിച്ചേട്ടാ, വാഴയാണെങ്കിൽ എന്താ വാ തുറന്ന് പറഞ്ഞൂടെ? അയ്യോ, ഈ ഡോർ വീട്ടിലാണ്. മിൻഹ, Yes, hi. എന്താ തിന്നുന്നേ? Coconut. എന്താ ചോപ്പ് ഡ്രസ്സിൽ തിളങ്ങുന്ന എല്ലാ ദിവസത്തെയും പോലെ ഷസിയും മിന്നു ഇത് സൈഡ് സീറ്റിന് വേണ്ടിയിട്ട് സൈഡ് സീറ്റിന് എന്തോ ഒരു സീറ്റിന് വേണ്ടി രണ്ടാളും കണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനും എടുക്കുന്നുണ്ടാണല്ലോ, പക്ഷെ ഇന്ന് ഞാനില്ല. ഇന്ന് ഇവർ രണ്ടാളും മാത്രമാണ് ഉള്ളത്. ഇത് സ്ഥിരം വരുവാണ് കേട്ടോ. വണ്ടി കയറി രണ്ടാളും അടിപൊളി പ്രശ്നമുള്ളത്. പെട്രോൾ അടിക്കാൻ വേണ്ടി എന്താ കണ്ട പെട്രോൾ പമ്പിൽ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ ഗൈസ്, ഇതാണ് ഈ നമ്മളെ ഇവിടെ UAE തട്ടുകട അല്ലെങ്കിൽ ചായക്കട, വണ്ടിപ്പിടി എന്തെങ്കിലും പറയാം. പക്ഷേ ഇവിടുത്തെ നമ്മൾ നാട്ടിലാകുമ്പോൾ നമ്മളെ ചായപ്പീടിൽ നമുക്ക് ആവശ്യത്തിന് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഇതിലേക്കും കിട്ടാം. പക്ഷേ ഇവിടുത്തെ എന്താ പറയുക, ഇങ്ങനത്തെ കടയ്ക്ക് ഭയങ്കര റേറ്റാണ്. മോശമില്ല, അത് കുറച്ച് സാധാ വാങ്ങുന്നതിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഷെസ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ സേഹ അല്ല കേട്ടോ, ഞാൻ ബൈ മിസ്റ്റേക്കിൽ സേഹ എന്ന സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാൽ ഇത് കോവിഡ് വാക്സിൻ എടുക്കാൻ വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ടൊരു മജ്ലിസ് അവരാക്കിയതാണ്. അപ്പം എന്തായാലും നമുക്കിനി കയറി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിവിടെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കയറിയിട്ട് എന്തായാലും അവിടുത്തെ വിഷയങ്ങൾ അന്വേഷിക്കണം നമുക്ക്, എങ്ങനെ വാക്സിനേഷൻ എടുക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, എന്നിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, എടുത്താ പോവാം. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഹൈടെക് ഇവിടെ UAE മെയിൻ എന്ന് വെച്ചാൽ ഇങ്ങനെ വീട് ഉള്ളിലൊന്നും അങ്ങനെ അലൗ ചെയ്യില്ല, പ്രോഹിബിറ്റഡ്. അപ്പം നമ്മൾ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇഞ്ചക്ഷൻ അടിക്കാൻ ഇഞ്ചക്ഷൻ അടിക്കേണ്ട സന്തോഷമാണ് എനിക്ക്. അവിടെ പോയിട്ട് ഇത് കരച്ചിലിരിക്കണ്ടോ വെച്ച് നമ്മളെ UAE നാഷണൽ ഫ്ലാഗൊക്കെ ഇവിടെ ഉയരുകയാണ്. നമ്മളവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവർ നമ്മളെ എമിറേറ്റ് സൈഡൊക്കെ വാങ്ങിയെന്തല്ലോ ചോദിച്ചെന്തൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി വരണം അവർ. ആരെങ്കിലും വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഉമ്മ വാക്സിൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മളെ BP, പ്രഷർ, ഷുഗർ അങ്ങനെയെല്ലാം ഉണ്ടോ എന്നല്ല അവർ ചോദിക്കും. പിന്നെ ടെസ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് വാക്സിൻ അങ്ങോട്ട് കുറച്ച് ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത് വാക്സിനിലോട്ടേക്ക് പോകുന്നത്. എല്ലാം ചോദിച്ച് ശരിയാക്കിയതിന് ശേഷം പിന്നെ അവിടെ ഒരു ഫോം ഉണ്ടാവും. ആ ഫോമിൽ അവരെല്ലാം ഫിൽ ചെയ്ത് അവർ സർവീസ് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കെയറിങ്ങും ഭയങ്കര നല്ല രീതിയിലാണ് നമ്മളോടെല്ലാം പെരുമാറുന്നതും ഡീറ്റെയിൽസ് ചോദിക്കുന്നതും ഒക്കെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വാക്സിൻ എടുക്കാൻ അങ്ങോട്ടേക്ക് പോകണം.
ഓക്കെ, പിന്നെ നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ 15+ ആണ് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 15 വയസ്സിന് മുകളിലാണ് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. Have you ever been infected before? Any vaccine, flu vaccine? One pulling there. വാക്സിനേഷൻ I'm going to put it your shouting. I'm so scared. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഇഞ്ചക്ഷനിലെടുത്ത് അടിച്ചാട് നല്ല തരിപ്പുണ്ടായിരുന്നു. അടിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അടിച്ച് കഴിഞ്ഞപ്പോൾ കൈ ഭയങ്കര തരിപ്പ് അത്രേ ഉള്ളൂ. പിന്നെ അവർ 10 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തിനാ എമിറേറ്റ്സ് സൈഡൊക്കെ രജിസ്റ്റർ ചെയ്യാനാണ് തോന്നുന്നത്. അപ്പം വാക്സിൻ കഴിഞ്ഞു. വലിയ സാധാരണ ഇഞ്ചക്ഷൻ അടിക്കുന്ന ആ ഒരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. അല്ല ഉമ്മാക്ക് എന്തുമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയ വേദന. ഉമ്മാക്കും ചെറിയ വേദന. അത് അടിക്കുമ്പോൾ വലിയ വേദന ഉണ്ട് കേട്ടോ. അടിച്ച് കഴിയുമ്പോൾ വേദന ഉണ്ടായത് ഒരു തരിപ്പ് പോലെ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഏരിയയിലാട്ടോ അടിക്കുന്നത്. ഇങ്ങോട്ട് ഇവിടെ കുറച്ച് മുകളിലോട്ടാണ് അടിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു മജ്ലിസ്. അറബിയിൽ മജ്ലിസ് എന്ന് പറയും. അവിടെ ചെറിയൊരു അവിടെ നമ്മൾ എമിറേറ്റ്സ് ഏരിയ കേട്ടോ. നമുക്ക് ഫെബ്രുവരി 18 അപ്പോയിൻമെൻ്റ് ആണ്. സെക്കൻഡ് ഡോസ് എടുക്കാനായിരിക്കും ഐ ഗസ്. അതിനെ ഗ്രൂപ്പിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തോട്ട് പോവാം. മുദ്ര ഇതാണ് എപ്പോഴും നമ്മളെ പീസിൻ്റെ സൈൻ, പീസ് ചിഹ്നം. ഇതില്ലാണ്ടൊരു കളിയില്ല. ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഫുൾ. ഓക്കെ, അപ്പോൾ ഇനി ഞാനിവിടെ ജസ്റ്റ് വെറുതെ വാഷ്റൂമിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് നേരെ വണ്ടിയിലോട്ടേക്ക് പോവാം. ജസ്റ്റ് 10 മിനിറ്റ് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഈ സംഭവം ഈ അപ്പോയിൻമെൻറ്റ് തരാനായിരുന്നു. തന്നപ്പം പറഞ്ഞ പോട് ഇനി ഫെബ്രുവരി 2 വരേണ്ടത്. സുഖം, ലെറ്റ്സ് ഗോ. നമുക്ക് പോവാം. മിന്നിട്ട് ബാഗൊക്കെ എടുത്ത് പാസ്പോർട്ടിലെ ഇൻറ്റോല്ലേ. അപ്പോൾ വാ, നമുക്ക് പോവാം. അയ്യോ, തുറക്കാനെങ്കിൽ എന്നിട്ട് സോ എല്ലാം കായിന് നമ്മളെ വണ്ടി നമ്മളവിടെ കാത്ത് നിൽക്കുകയാണ്. വണ്ടിയിലേക്ക് പോവാം. ഇതാണ് ഒപ്പാൻ്റെ. പിന്നെ ലേഡീസിനും ജെൻസിനും ഒരുമിച്ചിട്ടല്ല കേട്ടോ വാക്സിൻ കൊടുക്കുന്നത്. ജെൻസ് എൻ്റെ അടുത്ത് ഉപ്പെല്ലാം ബാക്കിൽ പോയിട്ടാണ് വാക്സിൻ അടിച്ചത്. നമുക്കിവിടെ മുമ്പേ വലിയ തിരക്കൊന്നും ഇല്ലതുകൊണ്ട് വേഗം കഴിഞ്ഞു. പോകുമ്പോൾ ഭയങ്കര ധൈര്യത്തോടെ പോയതായിരുന്നു. അവിടെ എത്തി നോക്കുമ്പോൾ പ്ലിങ്ങായി പോയി. കയറിഞ്ഞിട്ടൊന്നുമില്ല. ബട്ട് എവിടെ നമ്മളെ വണ്ടിയില്ല. വണ്ടി വന്നിട്ടോ? അതാ നമ്മളെ വണ്ടി. മിൻഹ Hello. വന്ന് അവള് വാക്സിൻ അടിച്ച് പാവ. മിന്നൂന് ശതക്കും വാക്സിൻ ഇല്ല. എന്താ ശതക്കും ഇല്ല വാക്സിന്, മിന്നൂനും ഇല്ല. അപ്പൊ വാക്സിൻ വന്നിട്ട് 15 years+ ആണ് കേട്ടോ. അപ്പൊ എനക്കടിച്ച് ഭാഗ്യത്തിനടിച്ച്. ഇനി പോവാ. ബൈ ബൈ. ഇപ്പൊ നമ്മളെ കൊറോണ എന്നെ വാക്സിൻ അടിച്ചതിന്റെ എക്സ്പീരിയൻസ് പറയൂ. ഉപ്പാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കൊറോണ വാക്സിൻ അടിച്ചതെന്ന് വെച്ചാല് നമ്മളിപ്പോ പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ അവിടെ തിരക്കുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വന്നു. പക്ഷെ തിരക്ക് അങ്ങനെ കാര്യമായ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വേഗം കഴിഞ്ഞ്
പിന്നെ സൂചി വെക്കുന്നൊന്നും എനിക്ക് അത്ര വലിയ ഫീൽ ചെയ്തിട്ടില്ല. കാരണം പിന്നെ നല്ല നല്ല ആൾക്കാർ അവിടെ ഇരിക്കുന്ന എല്ലാം ടീമെല്ലാം നല്ല 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 അഭിപ്രായം. കാരണം വെച്ചാൽ എല്ലാം കൂട്ടിക്കൊണ്ടുപോയി അവരെന്നെ ഫോമെല്ലാം ഫില്ലപ്പ് ചെയ്താന്ന്. എന്നിട്ട് പിന്നെ നമ്മൾ പോലും അറിയുന്നില്ല. കാരണം വെച്ചാൽ ഇത് സൂചി വെക്കുന്നത് നല്ല നല്ല എക്സ്പീരിയൻസ്. അപ്പം നമ്മളിവിടെ ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കണം. അതൊരു എന്താ പറയുക, അതില്ലാണ്ട് പറ്റൂല. അങ്ങനെ അവരുടെ അഗാദർ കഫ്റ്റേരിയ, ഭയങ്കര ഫേമസ് കഫ്റ്റേരിയയിലെന്ന് പറഞ്ഞ് പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇവിടുത്തെ ബർഗർ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി വന്നിട്ട് കഴിച്ചിട്ട് നമുക്കതിൻ്റെ എന്താ പറയുക ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഇല്ലയോ എന്നൊക്കെ പറയാം. ഇതാണ് നമ്മുടെ അഗാദീർ കഫ്റ്റേരിയ. ഫുഡ് എന്താ പറയുക, ബർഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര വിഷമിച്ചുള്ള നമ്മളെ ഫുഡല്ല ബർഗർ. അഗാദീറിന്റെ അടിപൊളി നമ്മളെ എന്തായാലും പറയാ ബർഗർ ഉണ്ട്. ഫസ്റ്റ് എനിക്ക് വ്ളോഗർ ആണ്ട് നല്ല ടേസ്റ്റ് എനിക്ക് ഫസ്റ്റ് തരും. ആർക്കും വിതരണം ചെയ്യണോ? നല്ല മണമുണ്ട്. ഇനി ഫുൾ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി പോകുന്ന സംശയം. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് കഴിച്ചിട്ട് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നമുക്കിനി കഴിക്കാം. കണ്ടാ നമ്മളെ ബർഗർ ഇവിടെ എത്തി. അപ്പം ഇനി കഴിച്ചു നോക്കാം. നല്ല വിശപ്പുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ബർഗറിൻ്റെ ഈ ഒരു ബർഗർ ട്രൈ ചെയ്തു. അയ്യോ ഹാഫാക്കിയാണ്. കാണാൻ തന്നെ നല്ല ചീസി ഐറ്റം. ഹാഫ് ഇടക്കും, ഹാഫ് കഴിച്ചു. ആസ്വദിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. സൂപ്പറാ. മിന്നു ഇപ്പൊ ലാസ്റ്റ് എല്ലാവർക്കും കൊടുക്കലുണ്ട്. അവള് കഴിക്കൊന്നുമില്ല. തീറ്റ ഇങ്ങനെ ഉണ്ടായിരിക്കും ഫുള്ളിപ്പം കേൾക്കും. പക്ഷെ ലാസ്റ്റ് അനക്കും ഷെസൊക്കെ തരലാണ് മിന്നുവിന്റെ പരിപാടിയിൽ. ചിന്നും പറഞ്ഞു മൊത്തം കഴിച്ചോളാം. നമ്മളെ ഇവിടെ യുഎയിൽ എത്തിയാൽ നമ്മുടെ ദേശീയ ഡ്രിങ്ക് എങ്ങനെയാണ് ഡ്യൂ. നാട്ടിൽ നിന്ന് സ്പ്രൈറ്റ് ആണ് ഇഷ്ടം. ഇവിടെ എത്തിയാൽ ഡ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നല്ല ഡ്യൂ. ഭക്ഷണം ബർഗർ എനിക്ക് ഇവരെ പോലെ എല്ലാവരും കഴിച്ചിട്ടൊന്നും ശീലമില്ല. എന്നാലും ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയാൽ പോയി ആക്കണം തുടങ്ങി കഴിക്കണം. അതിൻ്റെ ബർഗർ അതിന് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസിലെ സോ ഒരു മണിക്കൂറിന് ശേഷം ബർഗർ നിർത്തല. പിന്നെ 1 മണിക്കൂർ എടുത്ത് നമ്മളെല്ലാം 5 മിനിറ്റ് കൊണ്ട് കഴിച്ച ബർഗർ പിന്നെ 1 മണിക്കൂർ എടുത്തിട്ട് കഴിച്ചിട്ട്. ഫ്രഞ്ച് ഫ്രൈസാ. ഇപ്പം വന്നിട്ട് നമ്മൾ ഇത്താത്തൻ്റെ ചായക്കടയിൽ ഫുഡ് വാങ്ങാൻ വേണ്ടി പോവാണ്. ഓൾറെഡി ഞങ്ങൾ തീത്താൻ്റെ ചായക്കടയിൽ എന്താ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അവിടുത്തെ കിഴി പൊറോട്ട സ്പെഷ്യൽ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഇവിടെ എത്തിയിട്ടില്ല. നമ്മൾ ഓൺ ദ വേ ആണ്. ഇവിടെ എത്താറായി. പിന്നെ അവിടുന്ന് ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് നമ്മൾ
ഇവിടുന്ന് കഴിക്കാൻ നിൽക്കുന്നില്ല. കാരണം ഓൾറെഡി സമയം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ എന്തായാലും പോയി ഓർഡർ ചെയ്തിട്ടിപ്പോൾ. അപ്പോൾ നിങ്ങൾ ഞങ്ങൾ ആ താൻ്റെ ചായക്കടയിൽ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പോയിട്ട് കണ്ടോളൂ. ഓക്കെ. അപ്പം നിങ്ങൾ അഥവാ ഇത്താൻ്റെ ചായക്കടയിൽ വരികയാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ കിഴിപ്പൊറോട്ട എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അയ്യോ എവിടെ ഇവിടെ വരുന്നു പാർസൽ ഡിക്കിയിലായിരുന്നു. ഇതെന്നാ മിന്നോ? Chocolate. ഇറ്റ്സ് ചോക്ലേറ്റ്. നോക്കട്ടെ. Okay. അന്ന് പിന്നെ കാണിച്ചിട്ട് കട്ട പോലെയുള്ള നോക്കട്ടെ. മറ്റേ നോക്കട്ടെ അതിന്റെ ടേസ്റ്റ് നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തത് ഇനി പോയിട്ട് കഴിക്കണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അതൊക്കെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാം. ഫുഡ് ഞങ്ങൾ ഇത്താത്തിൻ്റെ ചായക്കിടയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഓൾറെഡി കാണിച്ചു തന്നില്ലല്ലോ. നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള കിഴിപ്പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. സിനി എന്തായാലും വീട്ടിൽ കയറാം. രാത്രിയായി 11:30 സമയം. ഭയങ്കര ഇരുട്ടാണ്. എനിക്കിപ്പോൾ എന്താ പറയുക, ഇരുട് പൂരത്തിനേറ്റം പോലെ ഒന്നും കാണുന്നില്ല അല്ലേ. പക്ഷെ നല്ല വിശപ്പുണ്ട് എനിക്ക്. അപ്പം വേഗം പോയിട്ട് പുറത്ത് പോയി വന്നേല്ലേ. അപ്പം നമ്മളിതേ ഈ ഒരു കോലത്തിൽ അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം ഇതെന്താ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടുത്തെ അറബി ലൈറ്റിൽ ഓഫാക്കി വെച്ചിരിക്കുന്നു. ഫുള്ള് ഇരുടത്താക്കി നമ്മളെ. വാട്ട് ഈസ് ദിസ്? എനിക്കൊന്നും കാണുന്നില്ല ഗൈസ്, ഒന്നും കാണുന്നില്ല. എന്തായാലും അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചാൽ ഇതെങ്കിൽ നിങ്ങൾക്ക് ഇരുട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. 11:30 12 എൻ്റെ ആയതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുക. ഓക്കെ, അതാ ഫുഡെല്ലാം പാർസൽ വാങ്ങിയിട്ട് കൊണ്ടുവന്നാ. ഇത് നിങ്ങൾക്ക് ചായൻ്റെ കടി, പക്ഷെ അവിടെ കണ്ടേരം ഒരു കൊതി വന്നു. നാട്ടിലെ കല്ലുമ്മക്കായും പിന്നെ കായ്പോളില്ല, അതെല്ലാം കണ്ടേരം ഉമ്മാക്ക് ഇങ്ങനത്തെ സംഭവങ്ങളിൽ ഭയങ്കര ഇഷ്ടം. ഉമ്മ അത് വാങ്ങിയതാണ്. പിന്നെ നമ്മൾ കഴിക്കാൻ അവിടെ നിന്നില്ല, കാരണം നമ്മൾ ബർഗറെല്ലാം കഴിച്ചുകൊണ്ട് ആർക്കും അങ്ങനെ വിഷമമുണ്ടായില്ല. അപ്പോൾ പാർസൽ വാങ്ങിയത്. അപ്പോൾ നമ്മളിത് താനെ ചായക്കടയിൽ നിന്ന് വാങ്ങി. താനെ ചായക്കടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോക്കുണ്ട്. അവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി നമ്മൾ അടുത്തൊരു സ്പെഷ്യൽ ഫുഡ് തന്നെയാണ്. കിഴിപ്പൊറോട്ട. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കിഴിപ്പൊറോട്ട തന്നെയാണ് ഓർഡർ ചെയ്തത്. കിഴിപ്പൊറോട്ട എന്ന് വെച്ചാൽ ഈ പൊറോട്ടൻ്റെ ഉള്ളിൽ മസാല ആക്കിയിട്ട് അത് കാണാത്ത ഇതാ കണ്ട, നല്ല ബീഫ് മസാല. കാണാൻ തന്നെ നല്ല രസമുണ്ട്. കാണാൻ നല്ല മണം വരുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കൊതി. ഇതും എല്ലാം കിഴിപ്പൊറോട്ടയില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും ഞാൻ ഫുഡ് കാണിക്കുന്നതിൽ വല്ല വിരോധമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യട്ടാ. ചിലർക്ക് മേബി സെയിം തന്നെ ഒന്നല്ലേ ഇതും കിഴിപ്പൊറോട്ട. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കാണിക്കുന്നതിൽ അത്ര താല്പര്യമില്ലെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇങ്ങനെ ഫുഡ് കാണിക്കണ്ട, അധികം ഫുഡ് വെച്ച് ഇങ്ങനെ ഇതാക്കണ്ട, കമന്റ് ബോക്സിൽ. പിന്നെ ഒറോട്ടി ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ ഒറോട്ടി കഴിക്കുന്നത്. ഇവിടെ ഈ പ്രാവശ്യം വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഒറോട്ടി കഴിക്കുന്നത്. പിന്നെ ഇതെന്താ പച്ചക്കറി അല്ല മുട്ടക്കറി. ഇത് ഉപ്പാന്റെ ഫേവറേറ്റ് ആണ്. ഒറോട്ടിയും മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ്. അതും കറിയാണ്. മീൻകറി. ഓക്കെ ഗൈസ്, അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് വായിന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ വീഡിയോ. അപ്പോൾ എപ്പോഴും വരുന്നവരെ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ഇടാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാം, നെഗറ്റീവായാലും പോസിറ്റീവായാലും. ഓക്കെ, സോ അടുത്ത വീഡിയോ വരുന്നേരം ബൈ ബൈ.